ഹലോ, നമ്മുടെ അപ്പർ ബോഡിയിൽ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാനും സ്കിപ്പ് ചെയ്യാനും പാടില്ലാത്തൊരു മെയിൻ സാധനമാണ് ബാക്ക് വിങ്സ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡിക്ക് എത്രത്തോളം അപ്പർ ബോഡിക്ക് വിടുത്ത് കിട്ടണോ അത്രയും നമ്മുടെ ബാക്ക് നല്ല അടിപൊളിയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല കിടിലൻ വർക്കൗട്ടുകൾ, അതായത് നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും നമുക്ക് ബാക്ക് അങ്ങോട്ട് ചാടി കിട്ടാൻ കുറച്ച് റിസ്ക്കുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജിമ്മിലെത്തിയതിനു ശേഷം ഇന്നത്തെ ഒരു വർക്കൗട്ടിൻ്റെ സ്റ്റൈലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ലാറ്റ് പുൾ ഡൗൺ ചെയ്തു, നല്ല ബോഡിയൊക്കെ നല്ല വാംപ്പ് ചെയ്യുക. നമ്മുടെ ഷോൾഡറൊക്കെ ഇളകാനും ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നല്ല വാംപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വലിയ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ബോഡി വാംപ്പ് ചെയ്തതിന് ശേഷം ഒരു 4 സെറ്റ് ഈ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുക. അത് നമ്മുടെ 4 സെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12, 10, 10, 8 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നല്ല ഹെവി വെയിറ്റ് ആയിരിക്കണം. ആ ഹെവി വെയിറ്റിൽ നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ, വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ആയിട്ട് വരുന്നത് സീറ്റഡ് പുൾ റോ ആണ്. അതും ഈ പറഞ്ഞതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ടിൽ ഒരു വർക്കൗട്ടിന് ശേഷം നമ്മൾ സീറ്റഡ് പുൾ റോ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ ഇതന്നെ റിപ്പീറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാറ്റ് പുൾ ഡൗൺ ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സീറ്റഡ് പുൾ ഡൗൺ ആണ്. അതിൻ്റെ നമ്പറും സെയിം തന്നെയാണ് കേട്ടോ, 12, 2, 10, 8. ആ 8 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി വെയിറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോപ്പ് പുൾ ഡൗൺ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ മെഷീനിൽ വെച്ചിട്ട് റോപ്പ് പുൾ ഡൗൺ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോപ്പ് പുൾ ഡൗൺ അതേ ലെവലിൽ തന്നെ മാക്സിമം നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഇട്ടിട്ട് ചെയ്യുക. 12, 2, 10, 8. അതും നല്ല ഒരു വർക്കൗട്ട് തന്നെയാണ്. നല്ല എല്ലാ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫീൽ ചെയ്ത് കളിക്കണം, വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ ആട്ടിക്കൊണ്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം അത് നമ്മൾ ഇന്ന് കളിച്ച് നാളെ കളിച്ചു മറ്റന്നാൾ കളിച്ചു അത് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമ്മൾ ബോഡിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വർക്ക് എന്താണ്, നമ്മൾ നല്ല ഫുഡ് കൊടുക്കുക, നല്ല വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് പതുക്കെ വന്നോളും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ നേരത്തെ അതേ പറഞ്ഞ കളി തന്നെ സീറ്റഡ് പുൾ റോ, അതും അതേ നമ്പർ തന്നെയാണ് കേട്ടോ, 12, 2, 10, 8. അതും നമുക്ക് എന്ത് ചെയ്യാം, സെയിം ലെവലിൽ തന്നെ ചെയ്തു പോവാം. അല്ലാതെ നമ്മൾ പിന്നെ അത് ചെയ്ത് ഇത് ചെയ്യണം മറ്റേത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഏത് വർക്കൗട്ട് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മളെ ബോഡിയിൽ കാണും, പക്ഷെ പെട്ടെന്ന് കാണില്ല ഒന്നും. ഏത് വർക്കൗട്ട് ചെയ്താലും പെട്ടെന്ന് കാണില്ല. പതുക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മളെ ബോഡിയിൽ കണ്ടുവരുള്ളൂ. പതുക്കെ ചെയ്താലല്ല, പതുക്കെ റിസൾട്ട് വരുള്ളൂ. ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിന്ന് ചെയ്തു, നാളെ ചെയ്തു, കഴിഞ്ഞ ആഴ്ച ചെയ്തു, ഒരു മാസം ഇത് ചെയ്തിട്ട് നമുക്ക് വലിയ ചേഞ്ചൊന്നുമില്ല, അത് വെറുതെയാണ്. അതിൻ്റെ പെട്ടെന്ന് ഇപ്പോൾ ഒരാഴ്ച കളിച്ചാൽ പിറ്റത്തെ ആഴ്ചയിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിഡിൽ റോ ആണ്. അതും സെയിം നമ്മൾ പറഞ്ഞ അതേ നമ്പറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 12, 2, 10, 8. 8 എത്തുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കണം. ആ ഹെവി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഫീൽ കിട്ടി തുടങ്ങും, നല്ലൊരു പെയിനും. അതായത് ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ ബോഡിയിൽ കണ്ട് തുടങ്ങണം. അതായത് വേദന വരണം. ആ വേദന വന്നാലുള്ളൂ നമുക്ക് കളിച്ചതിന് എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ വരുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും സെയിം, അതായത് നമ്മൾ ലാസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള സീറ്റഡ് പുൾ റോ അതും കൂടെ ചെയ്തപ്പോഴേക്കും നമ്മൾ 6 വർക്കൗട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഈ ആഴ്ചത്തെ കളിച്ച വർക്കൗട്ട് ആവില്ല കേട്ടോ, അടുത്ത ആഴ്ച വരിക വർക്കൗട്ട് ചേഞ്ച് വരും. അപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ സ്റ്റൈലൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കൊണ്ടു. എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ മാറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബാക്കിൻ്റെ വർക്കൗട്ട് സ്റ്റൈൽ ഇതായിരുന്നു. ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.